നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മീൻ കറിയാണ്. വലിയ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ചിലരെല്ലാം വറുത്തരച്ച് മാത്രം കറി വെക്കുന്നത് കാണാം. എന്നാൽ വലിയ മീനാണെങ്കിലും തേങ്ങ വറുക്കാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും എങ്ങനെയാണ് മീൻ കറി വെക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം കേരമീൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഏത് മീനാണെങ്കിലും ഇങ്ങനെ വെക്കാട്ടോ, ഒരു കുഴപ്പമില്ല. ഒരു മുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട്, അതായത് ഒരു തേങ്ങയുടെ പകുതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഏതാണ്ട് 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതൊഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. വെള്ളം ഇനി ആവശ്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ കറി വല്ലാണ്ട് തിക്കായി പോകും. മതി. 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി മീൻ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഒരു 3 കഷ്ണം പുളി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ ആവശ്യത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു പകുതി സവാള വട്ടത്തിൽ കട്ട് ചെയ്ത് തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ കഴുകി വാരി വച്ചിരിക്കുന്ന മീനും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലും കുറച്ച് കുറവ്, വല്ലാണ്ട് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കേണ്ട. അതൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്കങ്ങനെ തിളപ്പിച്ച് ആ കറി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇനി കറി കുറച്ചിരുന്ന് മൺചട്ടി ആയത് കാരണം കുറച്ചും കൂടി ഇരുന്ന് വറ്റി വന്നോളും. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കുറച്ച് താളിച്ചും കൂടി ചേർക്കാനുണ്ട്. അതിന് ഞാനൊരു ചെറിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിരുന്നു. അത് ചൂടായപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിനേലും കുറച്ച് കുറവ് ഉലുവ പൊട്ടിക്കുന്നുണ്ട്. 4-5 ചുവന്നുള്ളി കുറച്ച് കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു ഉള്ളി 4-6 ആക്കിയിട്ട് അതിൻ്റെ വലുപ്പം അനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വേപ്പില അതിനകത്ത് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ചത് അതിനകത്ത് ചേർത്ത് അത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. ഉള്ളി കനത്തിൽ മൊരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സ്വാദാണ്. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി മീൻ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങ വല്ലാണ്ട് മഷി പോലെ അരയണമെന്നില്ല, കുറച്ച് തരി പോലെ കിടന്നാലും കറിക്കൊരു പ്രത്യേകതയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.